ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധുവും ദേവികയും അവരുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, നിന്നെ സഹായിക്കാൻ അവിടെ ഒരുപാട് പേരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദേവിക പറയണ, അതിന് സിദ്ധുവിനെ സഹായിക്കാൻ ചന്ദ്ര മാത്രം മതിയല്ലോ. അപ്പോൾ സിദ്ധു പറയണ, അവളുള്ളതാണ് ഒരു ആശ്വാസം എന്ന് പറയുമ്പോൾ ദേവിക പറയണ, ചോദിക്കണം എന്ന് കുറച്ച് ദിവസമായി ഞാൻ കരുതുന്നു. അവളുടെ ഈ മാറ്റത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അതോ എല്ലാം പുകമറയാണോ? അപ്പോൾ സിദ്ധു ചോദിക്കാണ്, പുകമറിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ, നമ്മളുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കണം എന്നുള്ളത് ചന്ദ്ര ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കെന്തോ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവളുടെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയാണ്, എനിക്ക് അതൊന്നും അറിയില്ല, പക്ഷേ ഒന്ന് സൂക്ഷിക്കണം. എനിക്കറിയാവുന്ന ചന്ദ്ര ഒരിക്കലും ഇങ്ങനെ മാറില്ല. പക്ഷേ അത് അച്ഛൻ മരിച്ചതുകൊണ്ട് മാറിയതാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും അവളെ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ സിദ്ധു പറയണ, ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്രയ്ക്ക് ചിന്തിച്ചില്ല എന്ന് പറയുമ്പോൾ അതാണ് ഞാനും സിദ്ധുവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സിദ്ധു പറയണ, ഞാൻ കാണാത്ത ആംഗിളിൽ നിന്ന് നീ എല്ലാം കാണുന്നുണ്ട്, ഇതെനിക്ക് ഗുണം ചെയ്യും, ഞാനൊരു വക്കീലല്ലേ എന്ന് പറയുമ്പോൾ ദേവിക പറയണ, എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല സിദ്ധു, ഞാനൊരു പാവമാണ്, എന്നിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് സിദ്ധു. എന്നിട്ട് ഫോൺ വെച്ച ശേഷം ദേവിക കണ്ണ് നിറഞ്ഞുകൊണ്ട് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നിത്യ വരുന്നത്. അപ്പോൾ നിത്യ ചോദിക്കുകയാണ്, അല്ല സ്വപ്നം കാണുകയാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നമോ, ഞാനോ, ആ കാലമൊക്കെ കഴിഞ്ഞു മോളെ. അപ്പോൾ നിത്യ പറയണ, നമുക്ക് കല്യാണം അടിച്ചു പൊളിക്കണം ചേച്ചി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ നാട്ടിലെ കല്യാണം നടത്തി കടം കയറുന്നവരാണ് അധികം പേരും എന്ന് പറയുമ്പോൾ എന്നാലും അച്ഛൻ ആ കല്യാണം അടിപൊളിയാക്കുമെന്നാണ് തോന്നുന്നത്, അവരുടെ ഒരു അന്തസ്സ് കൂടി നമ്മൾ നോക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോൾ കല്യാണമൊന്നുമല്ല മോളെ എൻ്റെ മനസ്സിലുള്ളത്, അവൻ ആ ശരത്താണ്, ശരത്തിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ എന്തെങ്കിലും ഒരു വഴി, അതാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറയുമ്പോൾ നിത്യ പറയണേ, അതിന് ശരത്തും ശരത്തിൻ്റെ അമ്മയും ഹീനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടി എന്ന് പറഞ്ഞതുപോലെയല്ലേ. അപ്പോൾ ദേവിക പറയണ, അവർ കല്യാണം നടത്തില്ല എന്നാണ് എന്നെ വെല്ലുവിളിച്ചിട്ടുള്ളത്, എങ്കിൽ കല്യാണം നടത്തി കാണിക്കുമെന്ന് ഞാനും വെല്ലുവിളിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നേക്കണം എന്ന് പറയുമ്പോൾ നിത്യ പറയണ, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ചേച്ചി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ദേവിക പറയണ, എനിക്ക് ഈ വീടും നിന്നെയും ഒക്കെ ഒരുപാട് മിസ് ചെയ്യും, സുധിയേട്ടൻ്റെ ഓർമ്മകളും, എനിക്കതൊക്കെ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നിത്യ പറയണ, അതൊക്കെ ഏട്ടത്തിക്ക് എത്രയും പെട്ടെന്ന് പൊരുത്തപ്പെടും, സിദ്ധുവേട്ടൻ അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറയണ. അപ്പോഴാണ് മനോഹരൻ നിത്യയെ വിളിക്കുന്നത്. അപ്പോൾ ദേവികയും നിത്യയും കൂടി മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലണ്. അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, അല്ല ഇനിയിപ്പോൾ ആ പച്ചക്കറി കൃഷി മീൻ വളർത്തലും ഒക്കെ വേണം മോളെ എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയണ, അത് ശരിയാണല്ലോ, ഇനിയിപ്പോൾ ചേച്ചി സിദ്ധുവേട്ടൻ്റെ അടുത്തേക്ക് പോവല്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവിക പറയണ, അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്, എപ്പോഴും പെൺകുട്ടികൾക്ക് ഒരു വരുമാനം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്, എന്നാൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ നിത്യ പറയണ, അത് ശരിയാണ്, പെൺകുട്ടികൾക്ക് ഒരു വരുമാനമുള്ളത് നല്ലത് തന്നെയാണ്. മനോഹരൻ പറയാണ്, അതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കേണ്ടി വരും, പക്ഷേ അത് ഇപ്പോൾ ഈ സമയത്ത് ദേവികയ്ക്ക് അത് കഴിയില്ല എന്ന് പറയുമ്പോൾ നിത്യ പറയണ, എങ്കിൽ നമുക്ക് ഡ്രസ്സ് ബിസിനസ് നടത്തിയാലോ, ഓൺലൈനിൽ ഡ്രസ്സ് സെലക്ട് ചെയ്ത് അത് വിൽക്കുന്നത് ഏറ്റവും നല്ലതാണ്, അത് അധികം ബുദ്ധിമുട്ടില്ലാത്തതുമല്ലേ എന്ന് പറയട്ടോ. പിന്നെ ഈ ഒരു വരുമാനം കൊണ്ട് മാത്രമല്ലല്ലോ ദേവിക ചേച്ചിക്ക് ജീവിക്കേണ്ടത്, ഇതൊരു സൈഡായിട്ടല്ലേ എന്ന് പറയുമ്പോൾ ദേവിക പറയണ, അതൊരു നല്ല ഐഡിയ തന്നെയാണ്, എങ്കിൽ നമുക്ക് ആദ്യം അമ്മയോടും മുത്തശ്ശിയോടും സംസാരിക്കാം, അവർ എതിർക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ബിസിനസ്സാണ്, അതല്ല അവർ അനുകൂലിക്കുകയാണെങ്കിൽ ഇത് വേണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അപ്പോൾ നമുക്ക് ആദ്യം അമ്മയോടും മുത്തശ്ശിയോടും ഇക്കാര്യം സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ 3 പേര് അവിടേക്ക് ചെല്ലണേ. എന്നിട്ട് ദേവികയുടെ അടുത്തേക്ക് മുത്തശ്ശിയും പാർവതിയും വന്നിട്ട് അങ്ങ് കളിയാക്കി സംസാരിക്കുകയാണ്, ആദ്യം പച്ചക്കറി കൃഷി, അത് കഴിഞ്ഞ് മീൻ കൃഷി, ഇപ്പോൾ ഇതാ ഡ്രസ്സിൻ്റെതും, നിനക്കെന്താ വേറെ പണിയൊന്നുമില്ല, പിന്നെ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് പാർവതി പറയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് പ്രഭാവതി വരികയാണ്. എന്നിട്ട് പ്രഭാവതി പറയാണ്, നിനക്ക് അങ്ങനെ ജോലി വേണമെങ്കിൽ എന്നോട് പറ, ഞാൻ ഉണ്ടാക്കി തരാം നിനക്ക് ജോലി. പാർവതി പറയണേ, നീ അതിന് വക്കീലിൻ്റെ ഭാര്യയായിട്ടല്ലേ പോകുന്നത്, അവന് ഓരോ വാദം കഴിയുമ്പോഴും 1000 10,000 ഒക്കെ കമ്മീഷനായിട്ട് കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് നിനക്കൊരു ജോലി. അപ്പോൾ പ്രഭാവതി പറയണേ, നിനക്ക് ജോലി വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എത്ര ജോലി വേണമെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ദേവിക കളിയാക്കിയിട്ട് പറയണ, എന്താണാവോ ആ ജോലി. അപ്പോൾ പ്രഭാവതി പറയണ, എന്താണാവോ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക വീണ്ടും കളിയാക്കിയിട്ട് പറയണേ, എന്നെ ഒരു മജിസ്ട്രേറ്റ് ആക്കാൻ പറ്റുമോ, എനിക്ക് 1-2 പേരെ ശിക്ഷിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയണേ, നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാൻ വിചാരിച്ചാലേ നടക്കാത്ത കാര്യമൊന്നുമില്ല ഈ നഗരത്തിൽ. അപ്പോൾ മുത്തശ്ശി പറയണേ, നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഈ പ്രഭാവതിക്ക് എന്തെല്ലാം ബിസിനസ് ഉണ്ടെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക ചോദിക്കുകയാണ്, ആ എന്ത് ബിസിനസ്സാണ്, മുത്തശ്ശിക്ക് അത് അറിയോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി അങ്ങ് പതറുകയാണ്. പാർവതി പറയണേ, നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, എന്തായാലും പ്രഭാ
പ്രഭാവതി ഒരു കോടീശ്വരിയാണെന്നുള്ളത് നിനക്ക് അറിയാലോ എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് മനോഹരം വരികയാണ്. എന്നിട്ട് പറയാണ്, ഈ കോടി ഈശ്വരി തരുന്ന ജോലിയൊന്നും എൻ്റെ മോൾക്ക് വേണ്ട. എൻ്റെ മോൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് അവൾ ജീവിച്ചോളും, ആരുടെയും ഒരു സഹായവും വേണ്ട. അങ്ങനെ പ്രഭാവതിക്ക് ഇനിയിപ്പോൾ ഒരു ജോലി ആർക്കെങ്കിലും കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തോളൂ, ജോലി വാങ്ങിച്ചു കൊടുത്തോളൂ. അതും ഒരു അരിമുറുക്ക് കമ്പനിയിൽ അങ്ങ് ജോലി വാങ്ങിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി 4 പക്കം അങ്ങ് കുത്തുപാള എടുത്ത് അടച്ചു പൂട്ടിക്കോളും. അപ്പോൾ മുത്തശ്ശി പറയണേ, നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ടടാ, ഇവളൊക്കെ ഈ ഡ്രസ്സ് ബിസിനസ് നടത്തിയാൽ അതൊക്കെ കുത്തുപാള എടുത്ത് പോവും എന്ന് പറയുമ്പോൾ അങ്ങനെ അമ്മ അങ്ങ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എൻ്റെ ദേവിക മോളുടെ മനസ്സ് അത്രയ്ക്ക് നല്ല മനസ്സാണ്, അതുകൊണ്ട് അവൾ എന്ത് തുടങ്ങിയാലും അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. നീ ഇവിടെ നിൽക്കേണ്ട മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവികയും കൂട്ടി മനോഹരൻ അങ്ങ് പോവാൻ കേട്ടോ. പിന്നീട് കാഞ്ചന ജയശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ, ഏട്ടനോട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് പറയുമ്പോൾ, നീ എന്ത് സന്തോഷ വാർത്തയാണ് എന്നോട് പറയാൻ പോകുന്നത് എന്ന് കളിയാക്കിയിട്ട് ചോദിക്കുമ്പോൾ, ഏട്ടൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാനും എൻ്റെ മോനും എൻ്റെ വിശാലും കൂടി ആ കേസ് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ, കേസ് പിൻവലിക്കുക എങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ, ഒരു ഉദ്ദേശവുമില്ല ഏട്ടാ, ഞങ്ങളുടെ മനസ്സൊക്കെ മാറി ഞങ്ങൾ ഇനി വഴക്കൊക്കെ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ വിശാൽ മോന് ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണ, അങ്ങനെയാണെങ്കിൽ അവന് നല്ലത്. പിന്നെ അവൻ ഈ കുടുംബത്തോടും എന്നോടും ചെയ്തതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ മറക്കില്ല എന്ന് പറയുമ്പോൾ, ഏട്ടൻ വേണമെങ്കിൽ മറന്നാൽ മതി, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇനി ഏട്ടനോട് ഒരു ദേഷ്യവുമില്ല, ഏട്ടനോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, അത് വേണമെങ്കിൽ ഏട്ടൻ വിശ്വസിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ജയശങ്കറിന് ഒരുപാട് സന്തോഷമാവാണ് കേസ് പിൻവലിച്ചത് എന്ന് കേട്ടപ്പോൾ. പിന്നീട് തങ്കച്ചി കൈമളുമായിട്ട് സംസാരിക്കുകയാണ്. ജയശങ്കറിന് എല്ലാതും തിരിച്ചു കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ തങ്കച്ചിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അയാളിപ്പോൾ വിജയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, അയാളുടെ തകർച്ച അതാണ് എനിക്ക് കാണേണ്ടത്, അതിന് ഒരാളെ കൊണ്ട് മാത്രമാണ് ഇനി കഴിയൂ എന്ന് പറയുമ്പോൾ, ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ അവരുടെ ആരോടും വിജയം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾ അത് ചന്ദ്രലേഖ തന്നെയാണ്. സിദ്ധുവിൻ്റെയും ദേവികയുടെയും കല്യാണം നടക്കുന്നത് അത് പൊളിക്കാൻ വേണ്ടി ചന്ദ്രലേഖ എന്തായാലും ശ്രമങ്ങൾ നടത്തും, അതിന് അവളെ സഹായിക്കേണ്ടത് നമ്മളാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു സഹായത്തിന് ചന്ദ്രലേഖ നമ്മുടെ കൂടെ നിൽക്കും, അവളെയാണ് ഇനി നമ്മുടെ കൈപ്പിടിയിലാക്കേണ്ടത് എന്ന് തങ്കച്ചി പ്ലാൻ ചെയ്യണം. പിന്നീട് ശരത്ത് എല്ലാവർക്കുമുള്ള ഓണക്കോടിയുമായിട്ട് വീട്ടിലെത്തുകയാണ്. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി ഓരോരുത്തർക്കായിട്ട് ഓണക്കോടി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ മുത്തശ്ശിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് വളരെ സന്തോഷമാവാണ്. എന്നിട്ട് പിന്നെ പാർവതിക്ക് കൊടുക്കുകയാണ്, അത് കഴിഞ്ഞ് മനോഹരന് കൊടുക്കുകയാണ്, അത് കഴിഞ്ഞ് ദേവികയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മനോഹരനൊന്നും വാങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പോൾ കണ്ണോണ്ട് കാണിക്കുകയാണ്, അത് വാങ്ങിച്ചോ അച്ഛ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ മനോഹരൻ ആ ഓണക്കോടി വാങ്ങുകയാണ്. അത് കഴിഞ്ഞ് ദേവികയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഓണക്കോടി എന്ന് പറയുമ്പോൾ, എങ്കിൽ ഇതുകൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ദേവികയെ നിർബന്ധിച്ച് ശരത്ത് വാങ്ങിപ്പിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ആരെങ്കിലും ഓണക്കോടി തരുമ്പോൾ അതാണ് വാങ്ങിച്ചൂടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ പാർവതി പറയണ, അതെങ്ങനെയാ, നല്ല ശീലങ്ങളൊന്നും പഠിച്ചു വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ദേവികയെ കുത്തി നോവിക്കുന്ന വാക്കുകൾ പറയാണ്. അങ്ങനെ ദേവിക ആ ഓണക്കോടി അങ്ങ് വാങ്ങുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നിത്യയ്ക്ക് കൊടുക്കുമ്പോൾ നിത്യ പറയണ, ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ ഓണക്കോടിയാണോ ശരത്തേട്ട എന്ന് ചോദിക്കുമ്പോൾ, നീ അതൊന്ന് തുറന്നു നോക്ക് എന്ന് പറയാണ്. അങ്ങനെ അതിലുള്ളത് ചുവന്ന കളറുള്ളത് തന്നെയാണെന്ന് കാണുമ്പോൾ നിത്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ ശരത്ത് പറയണ, ഇപ്പോൾ എങ്ങനെയുണ്ട്, നിത്യയുടെ മനസ്സ് എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനോഹരനും ദേവികയും ഇവനെങ്ങനെ ഇതറിഞ്ഞു എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ പാർവതി കണ്ണ് നിറഞ്ഞോട്ട് പറയാണ്, എൻ്റെ സുധുവിമോനെയാണ് എനിക്കിപ്പോൾ ഈ സമയത്ത് ഓർമ്മ വരുന്നത്, അവൻ ഇതുപോലെ ഓണക്കോടി വാങ്ങിച്ചു തരുമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ശരത്ത് പറയണേ, സുധിയേട്ടൻ പോയെങ്കിലും ഞാനുണ്ടല്ലോ അമ്മ ഇവിടെ എന്ന് പറയട്ടോ. സുധിയേട്ടൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണ, അത് തന്നെയാണ് എൻ്റെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് മനോഹരൻ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ദേവികയും നിത്യയും കൂടി സംസാരിക്കുകയാണ്. എനിക്ക് ചുവന്ന കളറാണ് വേണ്ടത് എന്ന് എങ്ങനെയാണ് അവൻ അറിഞ്ഞത് ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, എന്തായാലും ഇതിലൊരു ചതിയുണ്ടല്ലോ ചേച്ചി എന്ന് പറയുമ്പോൾ, വാ നമുക്ക് നോക്കാം എന്നൊക്കെ മനസ്സിൽ ദേവിക അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഇവൻ എന്തോ ഒന്നും മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. ഇനി നിത്യ ശരത്തിനെ കൊല്ലുന്നത് സ്വപ്നം കാണാണ്. നിത്യ ശരത്തുമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ശരത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിത്യയുടെ മനസ്സിലുള്ള പ്രതികാരം മനസ്സിൽ നിന്നും പുറത്ത് ചാടുകയാണ്. എന്നിട്ട് ശരത്തിനെ ഒരു സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് അങ്ങ് തള്ളിയിടുകയാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പിൽ നിന്നും വീൽ ചെയറിൽ നിന്നും ശരത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത്, നിത്യക്കുട്ടി എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞ് അലറിയും കൊണ്ട് കരയുന്ന അങ്ങനെ ഒരു സ്വപ്നമാണ് കാണുന്നത്. അങ്ങനെ ശരത്ത് പെട്ടെന്ന് അങ്ങ് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് കേട്ടോ. ഞാനിപ്പോൾ എന്താ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്നുള്ള ഭാവത്തിൽ.